ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 20, 21, 22 വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. നാം നോഹയെക്കുറിച്ചാണ് ചിന്തിച്ചു വരുന്നത്. നോഹ ദൈവത്തോടുകൂടെ നടന്നു. നോഹ ഹീ ഹാഡ് ദ ഫെയ്ത്ത് ടു വാക്ക് വിത്ത് ഗോഡ്. ദൈവത്തോട് നടക്കുവാനുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ഹീ ഹാഡ് ദ ഫെയ്ത്ത് ടു വർക്ക് ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ഹീ ഹാഡ് ദ ഫെയ്ത്ത് ടു വിറ്റ്നസ് ഗോഡ്. ദൈവത്തെ സാക്ഷിക്കുവാനുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ഹീ ഹാഡ് ദ ഫെയ്ത്ത് ടു വെയിറ്റ് ഫോർ ദ ലോർഡ്. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാനുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ആൻഡ് ഹീ ഹാഡ് ദ ഫെയ്ത്ത് ടു വർഷിപ്പ് ഗോഡ്. ദൈവത്തെ ആരാധിക്കാനുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. നാം അതിൽ ആദ്യത്തെ 4 കാര്യങ്ങൾ ചിന്തിച്ചു. വാക്ക് വിത്ത് ഗോഡ്, ദൈവത്തോടുകൂടി നടക്കുക. നോഹ ദൈവത്തോടുകൂടി നടന്നു. വർക്ക് ഫോർ ഗോഡ്, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക. നോഹ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു, പെട്ടകം പണിതു. വിറ്റ്നസ് ഗോഡ്, ദൈവത്തെ സാക്ഷിക്കുക. നോഹ ദൈവത്തെ സാക്ഷിച്ചു. വെയിറ്റ് ഫോർ ഗോഡ്, ദൈവത്തിന് വേണ്ടി കാത്തിരുന്നു. ദൈവത്തിൻ്റെ വരുതിക്കായി, ദൈവത്തിൻ്റെ ആജ്ഞയ്ക്കായി, ദൈവത്തിൻ്റെ ഹിതത്തിനായി, ദൈവത്തിൻ്റെ നടത്തിപ്പിനായി കാത്തിരുന്നു. ഹി ഹാഡ് ദ ഫെയ്ത്ത് ടു വർഷിപ്പ് ഗോഡ്. ദൈവത്തെ ആരാധിക്കുവാനുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ആരാധിക്കുന്നു. ഹി വർഷിപ്പ് ഗോഡ്, ദൈവത്തെ ആരാധിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൻ ദൈവത്തെ ആരാധിച്ചു. നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 20, 21, 22 വാക്യങ്ങൾ വായിച്ച് കേൾക്കാം. നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലത് എടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. നോഹ യാഗപീഠം പണിതു, ഹോമയാഗം അർപ്പിച്ചു. യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ, ദൈവം ആ യാഗത്തിൻ്റെ സുഗന്ധവാസന മണത്തപ്പോൾ, യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ദൈവം തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യന് നിമിത്തം ഇനി ഭൂമിയെ ശപിക്കയില്ല. മനുഷ്യൻ നിമിത്തം ഞാൻ ഇനി ഭൂമിയെ ശപിക്കുകയില്ല. മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കയില്ല. ഇതിനു മുൻപ് ചെയ്തതുപോലെ ഇനി ഞാൻ സകല ജീവിയെയും ഒരുമിച്ച് നശിപ്പിക്കുകയില്ല. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകുകയുമില്ല. ദൈവം പറയുന്നു, ഇനി അനുഗ്രഹങ്ങൾ നിലച്ചു പോകുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രകൃതിയുടെ അനുഗ്രഹങ്ങൾ, ഭൂമിയുടെ അനുഗ്രഹങ്ങൾ ഇനി നിലച്ചു പോകുകയില്ല. ദൈവം വാഗ്ദാനം ചെയ്തു. യാഗപീഠം നോഹ പണിതു. നോഹ സൗരഭ്യവാസനയുള്ള സുഗന്ധ യാഗപീഠം ഒരുക്കുകയും യാഗം കഴിക്കുകയും ചെയ്തു. സൗരഭ്യവാസനയുള്ള യാഗം അർപ്പിച്ചു. ദൈവം യാഗം കൈക്കൊണ്ടു. ദൈവം യാഗം സ്വീകരിച്ചു. നോഹയുടെ സമർപ്പണത്തെ ദൈവം അംഗീകരിച്ചു. നോഹയുടെ ആരാധന ദൈവം കൈക്കൊണ്ടു. ദൈവം സർവ്വജനത്തിനും വ്യക്തമായ വാഗ്ദത്തം നൽകി. അനുഗ്രഹത്തിൻ്റെ വാഗ്ദത്തം നൽകി. നോഹ ഒരാളുടെ വിശ്വാസം മൂലം, നോഹയുടെ സമർപ്പണം മൂലം, നോഹയുടെ ആരാധന മൂലം, നോഹയുടെ ആരാധന ദൈവം കൈക്കൊള്ളത്തക്കവണ്ണം ദൈവത്തിന് പ്രസാദകരമായിരുന്നത് മൂലം സകല ജാതികൾക്കും സകല ജനങ്ങൾക്കും അനുഗ്രഹത്തിൻ്റെ വാഗ്ദത്തം ലഭിച്ചു. നോഹ ദൈവത്തെ ആരാധിച്ചു. ദൈവത്തിന് സ്തോത്രം. ആരാധന വളരെ വിശാലമായൊരു വിഷയത്തിലേക്ക് നാം വരികയാണ്. ആരാധന. നോഹ ദൈവത്തെ ആരാധിച്ചു. നോഹ ദൈവത്തിന് യാഗം അർപ്പിച്ചു. 50-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു. 50-ാം സങ്കീർത്തനത്തിൽ, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീനെന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ. 5-ാം വാക്യം. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാർ. ദൈവത്തിന് വിശുദ്ധന്മാർ യാഗം കഴിച്ചവരാണ്. യാഗം എന്താണ്? ഈ യാഗം നാം ഇത് വ്യക്തമായി ഗ്രഹിക്കണമെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരണം. റോമർക്കെഴുതിയ ലേഖനം
12-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് എന്താണ് യാഗം, യാഗം കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ വ്യക്തമായ ദൃഷ്ടാന്തം എന്താണ്, വ്യക്തമായ അനുഭവം എന്താണ്. റോമർലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ കാണാം. നമുക്ക് വായിച്ച് കേൾക്കാം 1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, ഞാൻ നിങ്ങൾക്കൊരു പ്രബോധനം തരികയാണ്. റോമിലെ വിശ്വാസികൾക്ക് അപ്പോസ്തലനായ പൗലോസ് ഒരു പ്രബോധനം കൊടുക്കുകയാണ്. റോമിലെ വിശ്വാസികൾക്ക് അപ്പോസ്തലനായ പൗലോസ് ഒരു ഉപദേശം നൽകുകയാണ്. സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി, നിങ്ങളുടെ ആരാധന ബുദ്ധിയുള്ള ആരാധനയായിരിക്കണം. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി സമർപ്പിപ്പീൻ. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധിയുള്ള യാഗമായി സമർപ്പിപ്പീൻ. നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ കാരണവശാൽ നിങ്ങൾ ലോകത്തോട് കോംപ്രമൈസ് ചെയ്തു പോകരുത്, ലോകത്തോട് ഇഴുകിച്ചേർന്ന് പോകരുത്, ലോകത്തോട് അറ്റാച്ച്ഡായി പോകരുത്, ലോകത്തോട് നിങ്ങൾ ഇഴുകിച്ചേർന്ന് താതാത്മ്യം പ്രാപിച്ചു പോകരുത്, ലോകത്തോട് നിങ്ങൾ തന്മയീഭാവം കൊണ്ടുപോകരുത്, ലോകത്തോട് നിങ്ങൾ ലയിച്ചു പോകരുത്, ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരായി പോകരുത്. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിൻ്റെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ദൈവത്തിന് സ്തോത്രം. വളരെ ശ്രദ്ധേയമായ ഒരു വേദഭാഗമാണ് ഈ റോമർ ലേഖനം 12-ാം അധ്യായം ആദ്യത്തെ ഖണ്ഡിക. ഞാൻ ഓർക്കുന്നു, ഡോക്ടർ നോർമൻ വിൻസെൻ്റ് പീൽ എഴുതിയ അതിമനോഹരമായൊരു പുസ്തകമുണ്ട്, ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്. വളരെ മനോഹരമായ പുസ്തകമാണ്. ഇംഗ്ലീഷ് അറിയാവുന്നവരെല്ലാം വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്. അതിലൊരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ വളരെ ദുഃഖിതനും തീരെ അവശനുമായി ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ നോർമൻ വിൻസെൻ്റ് പീലിനെ പോയി കണ്ടു. അദ്ദേഹം ഒരു മാനസികമായ അസ്വസ്ഥതകൾക്ക് ചികിത്സിക്കുന്ന ഡോക്ടറാണ്. മനുഷ്യൻ്റെ ഡിപ്രഷന് ആവശ്യമുള്ള ചികിത്സകളും ഉപദേശങ്ങളും കൊടുക്കുന്ന ഡോക്ടറാണ്, കൗൺസിലിംഗ് കൊടുക്കുന്ന ഡോക്ടറാണ്. വളരെ ശ്രേഷ്ഠനായ ഒരു നല്ല മനഃശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഈ മനുഷ്യൻ പോയി കണ്ടു. മനുഷ്യൻ പറഞ്ഞു, ഡോക്ടറെ, എനിക്ക് ഒരു സുഖവുമില്ല, ഒരു സ്വസ്ഥതയുമില്ല, ഒരു സമാധാനവുമില്ല, എന്തെല്ലാമോ പ്രയാസങ്ങളാണ്. എന്താണ് നിങ്ങളുടെ പ്രയാസം? ഡോക്ടറെ, എനിക്കത് പ്രത്യേകിച്ച് പറയാൻ വയ്യ, ഇന്നതാണെന്ന് പറയാൻ വയ്യ. ഒരിക്കലുള്ള രോഗമല്ല, വേറൊരിക്കൽ. ആകെ ഒരു അസ്വസ്ഥത. ചിലപ്പോൾ ഒരു ആധി കയറി വരുന്നത് പോലെ തോന്നും. ചിലപ്പോൾ ഏതോ ചില ഭയപ്പാടുകൾ എന്നെ അലട്ടുന്നു, ചില ഭീതികൾ എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു, ഞാൻ വല്ലാതെ വിഷമിക്കുന്നു. എനിക്ക് പലപ്പോഴും ഉറക്കമില്ല, മനസ്സിന് സ്വസ്ഥതയില്ല, ശരീരത്തിൽ അവിടെ ഇവിടെ വേദനയോ എന്തെല്ലാമോ പ്രയാസങ്ങൾ. ഡോക്ടറിനെ നോക്കണം. ഡോക്ടർ നോക്കി. സ്നേഹിത, പേടിക്കാനൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങളുടെ രോഗം ഗൗരവപരമായ രോഗമൊന്നുമല്ല. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഒന്ന് ഉള്ളു തുറന്ന് ചിരിച്ചാൽ മതി. ഡോക്ടറെ, എനിക്ക് ചിരിയില്ല, ചിരിക്കാൻ പറ്റുന്നില്ല, സന്തോഷമില്ല, പിന്നെ എങ്ങനെ ചിരിക്കുക? നിങ്ങളൊരു കാര്യം ചെയ്യും, പേടിക്കണ്ട. ഇപ്പോൾ കാലിഫോർണിയയിൽ ഒരു വലിയ സർക്കസ് കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്. വലിയ സർക്കസാണ്. അതിലൊരു മഹാ തമാശകാരനുണ്ട്, ഭയങ്കര തമാശകാരനാണ്. അയാളുടെ തമാശ കണ്ടാലും ആളുകൾ പൊട്ടിച്ചിരിച്ചു പോകും. അത്ര രസികനാണ്. ആരെയും എത്ര ഗൗരവത്തോട്ടിരിക്കുന്ന ആളെയും ചിരിപ്പിക്കും. അവിടെ നിന്ന് പോകൂ, ആ സർക്കസിലൊന്ന് കയറിയിരുന്ന് അത് ഒന്ന് കാണൂ, അയാളുടെ തമാശ എല്ലാം കേൾക്കൂ, കൊടുകൂടെ ചിരിക്കും, പൊട്ടിച്ചിരിക്കും, പേടിക്കണ്ട. ഡോക്ടർ നോക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നു. എന്താ പ്രയാസം, എന്താ കാര്യം പറയൂ, എന്താ അവിടെ പോകാൻ ബുദ്ധിമുട്ടുണ്ടോ? അല്ല ഡോക്ടറെ, അത് ഞാനാണ്. ആളുകളെ ഞാൻ പൊട്ടി ചിരിപ്പിക്കും, ഞാൻ അനേകരെ ചിരിപ്പിക്കും, എനിക്ക് അനേകരെ ചിരിപ്പിക്കാൻ കഴിയും. പക്ഷേ ഡോക്ടറെ, എനിക്ക് ചിരിയില്ല, എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ സ്വന്തമായിട്ടിരിക്കുമ്പോൾ എനിക്ക് സമാധാനമില്ല, എനിക്ക് സന്തോഷമില്ല. ആളുകളെ ചിരിപ്പിച്ചാലും എനിക്ക് ചിരിക്കാൻ കഴിയുന്നില്ല. ഡോക്ടർ എന്നെ നോക്കിയിട്ട് എനിക്ക് ചികിത്സ തരൂ. ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്കൊരു കുറിപ്പടി തരാം, പ്രിസ്ക്രിപ്ഷൻ
മരുന്ന്. ഒരൊറ്റ മരുന്ന് കൊണ്ട് നിങ്ങളുടെ സകല രോഗങ്ങളും മാറും. ചെറിയൊരു മരുന്നാണ്, ഒറ്റ മരുന്ന്. ഡോക്ടർ കുർബാനം കൊടുത്തു, പ്രിസ്ക്രിപ്ഷൻ കൊടുത്തു. രോഗി വളരെ വളരെ താല്പര്യത്തോടെ മരുന്ന് കടയിൽ ചെന്നു. ഈ കുറിപ്പ് അവിടെ കാണിച്ചു. കുറിപ്പ് നോക്കിയിട്ട് മരുന്ന് കൊടുക്കുന്ന ആൾക്ക് ഏതാണ്ട് മനസ്സിലാകാത്തതുപോലെ, ഇതെന്ത് മരുന്നാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ, ഞങ്ങളുടെ ഇവിടെ ഈ കടയിൽ ആ മരുന്നില്ല, എന്ത് മരുന്നായാലും ഇങ്ങനെ ഒരു മരുന്ന് ഞാൻ കണ്ടിട്ടില്ല, അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും കടയിൽ പോയി നോക്കൂ. വേറെ അടുത്ത കടയിൽ ചെന്നു, അവിടെയും ഇല്ല. പലയിടത്തും അവസാനം അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, അങ്ങ് സിറ്റിയിൽ വലിയ മരുന്ന് കടയുണ്ട്, അവിടെ എല്ലാ മരുന്നും കിട്ടും, അവിടെ ചെല്ലൂ. ഈ രോഗി അവിടെ ചെന്നു മരുന്ന് എടുത്തു കൊടുക്കുന്നയാൾക്ക് മനസ്സിലാകാത്തതുകൊണ്ട് അദ്ദേഹം അത് മാനേജറുടെ കയ്യിൽ കൂടെ കൊടുത്തു. മാനേജർ അത് നോക്കിയിട്ട് പയ്യെ പുഞ്ചിരിച്ചു. മാനേജർ രോഗിയോട് പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നു. ഡോക്ടർ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്ന മരുന്ന് സാധാരണ മരുന്നല്ല, വളരെ വിശേഷപ്പെട്ടൊരു മരുന്നാണ്. അത് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഇതൊരൊറ്റ മരുന്ന് കൊണ്ട് എൻ്റെ അസുഖം മുഴുവൻ മാറുമെന്ന് പറഞ്ഞു. വളരെ വിശേഷപ്പെട്ടൊരു മരുന്നാണ്, ഭയപ്പെടണ്ട, ആ മരുന്ന് കൊണ്ട് നിങ്ങളുടെ രോഗം മുഴുവൻ മാറും. ഡോക്ടറുടെ ചികിത്സ വളരെ മനോഹരമായ ചികിത്സയാണ്, വളരെ പ്രയോജനകരമായ ചികിത്സയാണ്, ഫലവത്തായ ചികിത്സയാണ്. ഈ മാനേജർ അദ്ദേഹത്തിൻ്റെ മേശവലിപ്പിൽ നിന്ന് വേദപുസ്തകം എടുത്തു, ബൈബിൾ. നിങ്ങൾക്ക് ഡോക്ടർ എഴുതിയിരിക്കുന്നത് റോമൻസ് 12:2 എന്നാണ്, അതാണ് മരുന്ന്, നിങ്ങൾക്കുള്ള ചികിത്സ അതാണ്. റോമൻസ് 12:2, റോമർ ലേഖനം 12:2. റോമർ ലേഖനം 12:2. അദ്ദേഹം മാനേജർ വേദപുസ്തകം വിടർത്തി റോമർ ലേഖനം 12:2 വായിച്ച് കേൾപ്പിച്ചു. വായിക്കാം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുവിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുവീൻ. നിങ്ങളുടെ സകല പ്രശ്നങ്ങളും മാറും, നിങ്ങളുടെ സകല രോഗങ്ങളും മാറും. മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെട്ടാൽ മതി, മാനസാന്തരപ്പെട്ടാൽ മതി. മാനസാന്തരം വരുമ്പോൾ, ആന്തരിക പരിവർത്തനം വരുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറും. നിങ്ങളുടെ ഉള്ളിലാണ് പരിവർത്തനം വരേണ്ടത്. നിങ്ങളുടെ ഉള്ളിൽ പരിവർത്തനം വരുമ്പോൾ, മാനസാന്തരം വരുമ്പോൾ, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതമെന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുമ്പോൾ, അപ്പോൾ നിങ്ങളുടെ സകല രോഗങ്ങളും മാറും, സകല പ്രശ്നങ്ങളും മാറും. ദൈവത്തിന് സ്തോത്രം. സാക്ഷാത്തായ യാഗം അതാണ്, ശരിയായ യാഗം. നാം യാഗം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മൃഗത്തെ ബലി കഴിക്കുന്നതോ, ഒരു ആട്ടിൻകുട്ടിയെ ബലി കഴിക്കുന്നത്, ഒരു കാളക്കിടാവിനെ ബലി കഴിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രാവിനെ ബലി കഴിക്കുന്നത്, അതല്ലെങ്കിൽ കോഴിയെ വെട്ടുന്നത്, പ്രിയപ്പെട്ടവരെ കുറുപ്രാവിനെ ബലി കഴിക്കുന്നത്, ഇങ്ങനെയുള്ളതൊന്നും അല്ല യാഗമെന്ന് പറയുന്നത്. എന്താണ് യാഗം? നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതമെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുബുദ്ധി രൂപാന്തരപ്പെടുക, മാനസാന്തരപ്പെടുന്നതാണ് യാഗം. അതെന്താണെന്നാണ് 1-ാം വാക്യത്തിൽ പറയുന്നത്, 12:1. എങ്ങനെയാണത്? ഈ മനസ്സുബുദ്ധി രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞ യാഗം അതെന്താണ്? സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി എന്താണെന്ന് പറഞ്ഞു തരുന്നു. എന്താണ് ബുദ്ധിയുള്ള ആരാധനയായി? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ശരീരങ്ങളെ യാഗമായി സമർപ്പിപ്പീൻ. നിങ്ങളുടെ ഈ ശരീരം, നിങ്ങളുടെ ഈ ജഡം, നിങ്ങളുടെ ഈ പഴയ മനുഷ്യൻ, ഇത് പാപം നിറഞ്ഞതാണ്. ഈ ശരീരത്തിന് അതിൻ്റേതായ ദാഹങ്ങളുണ്ട്. ശരീരത്തിൻ്റെ ദാഹങ്ങളിൽ പാപം കുടികൊള്ളുന്നുണ്ട്. ഏത് മനുഷ്യനിലും ശരീരമുണ്ട്, ഏത് മനുഷ്യനും ശരീരമുള്ള മനുഷ്യനെല്ലാം ശരീരത്തിൽ പാപമുണ്ട്. പാപമയമാണ് മനുഷ്യ പ്രകൃതി. ഈ ശരീരത്തിൽ രക്തത്തിൽ പാപഘടനയുണ്ട്, രക്തത്തിൽ പാപത്തിൻ്റെ പ്രകൃതിയുണ്ട്. അത് പൂർവികമായി ലഭിച്ചു വരുന്നതായ പാപത്തിൻ്റെ പ്രകൃതിയാണ്. കാരണവന്മാരുടെ കാലം മുതൽ, പൂർവികന്മാരുടെ കാലം മുതൽ അത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു കലർന്നിരിക്കുന്നതായ പാപത്തിൻ്റെ പ്രവണതയാണ്, പാപത്തിൻ്റെ പ്രകൃതിയാണ്. അത് ചിലപ്പോൾ നമ്മുടെ ചിന്തയിൽ കൂടി വ്യാപരിക്കും, ചിലപ്പോൾ നമ്മുടെ വാക്കിൽ വരും, ചിലപ്പോൾ നമ്മുടെ പ്രവൃത്തിയിൽ വരും. ചിന്തയിൽ വരാത്തപ്പോഴും നമ്മുടെ ആളത്വത്തിൽ പാപമുണ്ട്, വാക്കിൽ വരാത്തപ്പോഴും നമ്മുടെ ആളത്വത്തിൽ പാപമുണ്ട്, പ്രവൃത്തിയിൽ വരാത്തപ്പോഴും നമ്മുടെ ആളത്വത്തിൽ പാപമുണ്ട്. നമുക്ക് ദ്രവ്യാഗ്രഹം ഉള്ളവരുണ്ട്, ചിലർക്ക് ദ്രവ്യാഗ്രഹമില്ല എന്ന് വന്നേക്കും. ജഡത്തിൻ്റെ ലൈംഗിക മോഹങ്ങളിൽ
ഹൃദയം അതിനുവേണ്ടി വ്യഗ്രതപ്പെടുന്നവരുണ്ട്, പക്ഷേ അതില്ലാത്തവരുമുണ്ട്. പ്രിയപ്പെട്ടവരെ, കോപാവേശമുള്ളവരുണ്ട്, എന്നാൽ ശാന്തതയുള്ളവരുണ്ട്. കോപാവേശം ഇല്ലാത്തവരുണ്ട്. ഏതെങ്കിലും തരത്തിലായിരിക്കും അത് വ്യാപരിക്കുന്നത്. ശരീരത്തിലുള്ളതായ പ്രവണതകൾ, ശരീരത്തിൻ്റെ പ്രത്യേകതകൾ, ശരീരത്തിൻ്റെ പ്രകൃതികൾ, ഈ രക്തത്തിൽ കലർന്നിരിക്കുന്നതായ പാപത്തിൻ്റെ വിത്തുകൾ, അത് നമ്മുടെ ജീവിതത്തെ മുഴുവൻ മലീമസമാക്കുന്നതാണ്. അത് ഈ ശരീരത്തിൻ്റെ ജീവചക്രത്തിന് തീ കൊളുത്തുന്നതാണ് ഈ പാപം. ജീവചക്രത്തിന് തീ കൊളുത്തുന്ന പാപങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവനായ പ്രകൃതിയിൽ സാരമായ ശക്തമായ സ്വാധീനം ചെലുത്തുന്നതാണ് ഈ പാപപ്രകൃതി. അത് നമ്മുടെ ജീവിതത്തിൽ എമ്പാടുമുണ്ട്. നാം മനുഷ്യരാണോ, നമുക്ക് പാപമുണ്ട്. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിച്ച 51 സങ്കീർത്തനത്തിൽ, ഇതാ ഞാൻ പാപത്തിൽ ഉരുവായി, എൻ്റെ അമ്മ എന്നെ പാപത്തിൽ ഗർഭം ധരിച്ചു, അകൃത്യത്തിൽ ഞാൻ ഉരുവായി, പാപത്തിൽ എന്നെ ഗർഭം ധരിച്ചു. പ്രിയപ്പെട്ടവരെ, ഗർഭം ധരിക്കുന്നത് പാപമെന്നല്ല പറഞ്ഞത്. ഗർഭം ധരിക്കുമ്പോൾ തന്നെ ഞാൻ പാപിയാണ്. ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ ഞാൻ പാപിയാണ്. പാപപ്രവൃത്തി ചെയ്തില്ലല്ലോ. ഗർഭത്തിലിരിക്കുമ്പോൾ പാപം ചെയ്യുന്നില്ലല്ലോ, പാപം ചിന്തിക്കുന്നില്ലല്ലോ, പാപം നിരൂപിക്കുന്നില്ലല്ലോ, പാപത്തിൻ്റെ വാക്കുകൾ വരുന്നില്ലല്ലോ. പക്ഷേ ഗർഭത്തിൽ വെച്ച് തന്നെ ഞാൻ പാപിയാണ്. അകൃത്യത്തിൽ ഞാൻ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഉരുവാകുന്നതോ ഗർഭം ധരിക്കുന്നതോ പാപമല്ല, ഗർഭം ഉളവാക്കുന്നത് പാപമല്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ ജനിക്കുമ്പോൾ തന്നെ, ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നതിന് മുമ്പ് തന്നെ, ഉരുവാകുമ്പോൾ തന്നെ പാപിയാണെന്നാണ് പറയുന്നത്. നാം ഓരോരുത്തരും പാപികളാണ്. എന്നാൽ ഈ പാപമയമായ ശരീരത്തെ നാം യാഗമായി സമർപ്പിക്കുക. എങ്ങനെ? ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നതുപോലെ നമ്മെ തന്നെ യാഗമായി സമർപ്പിക്കുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ അക്കാര്യം പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നതുപോലെ, 5-ാം അധ്യായം 2-ാം വാക്യം വായിക്കാം. ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നതുപോലെ നാം സമർപ്പിക്കണം. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയെ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ, തന്നെത്താൻ നമുക്ക് വേണ്ടി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി, എങ്ങനെ? സൗരഭ്യവാസനയുള്ള വഴിപാടും യാഗവുമായി സമർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. ക്രിസ്തുവിൻ്റെ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് നടപ്പീൻ. ഒന്നുകൂടി വായിച്ചു കേൾക്കാം. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയെ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. ദൈവത്തിന് സ്തോത്രം. സൗരഭ്യവാസനയുള്ള വഴിപാടും യാഗവുമായി ക്രിസ്തു അർപ്പിച്ചു. ദൈവത്തിന് സൗരഭ്യവാസനയായി അർപ്പിച്ചു. സൗരഭ്യവാസനയായി അർപ്പിക്കുന്നു. എന്താണ് ഈ സൗരഭ്യവാസന? അത് ലേവ്യ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ കാണാം. ലേവ്യ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ അക്കാര്യം പറയുന്നു. നമുക്ക് വായിക്കാം. പുരോഹിതൻ സകലവും യാഗപീഠത്തിന്മേൽ ഹോമയാഗമായി ദഹിപ്പിക്കണം. അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം. സകലവും അർപ്പിക്കണം, ഒന്നും ബാക്കി വയ്ക്കരുത്. പ്രിയപ്പെട്ടവരെ, പുരോഹിതൻ സകലവും ദഹനയാഗമായി അർപ്പിക്കണം. അത് ദൈവത്തിന് സൗരഭ്യവാസനയായ യാഗം, ദൈവത്തിന് സുഗന്ധവാസനയായ യാഗം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? മുഴുവനായി അർപ്പിക്കണം. മുഴുവനായി നാം അർപ്പിച്ചിട്ടുണ്ടോ? നാം ചിലതെല്ലാം കൊടുത്തിട്ടുണ്ട്. മദ്യപാനം ചെയ്യുകയില്ല എന്ന് തീരുമാനിച്ചു, ശരി. നാം പുകവലിക്കുകയില്ല എന്ന് തീരുമാനിച്ചു, നല്ലത്. നാം ആരെയും ഉപദ്രവിക്കുകയില്ല, ആരെയും തല്ലുകയില്ല, നാം ആരെയും വേദനിപ്പിക്കുകയില്ല തീരുമാനിച്ചു, വളരെ നല്ലത്. നാം കോപിക്കുകയില്ല എന്ന് തീരുമാനിച്ചു, തീർച്ചയായും നല്ലത്. നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിഷ്ഠകളും നിഷ്ഠകളും നാം പാലിച്ചു, നല്ലതാണ്. സമർപ്പണമുണ്ട്. പക്ഷേ മുഴുവനായി സമർപ്പിച്ചുവോ? നമുക്കുള്ളതും നാം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുവോ? എന്നെ തന്നെ ഞാൻ ക്രിസ്തുവിന് കൊടുത്തുവോ? എനിക്കുള്ളതെല്ലാം ഞാൻ ക്രിസ്തുവിന് കൊടുത്തുവോ? ക്രിസ്തുവും തന്നെ യാഗമായി സമർപ്പിച്ചു. അതുപോലെ മുഴുവനായി നാം കൊടുത്തുവോ? 33-ാമത്തെ വയസ്സിൽ ആരുടെയും നിർബന്ധം കൂടാതെ തന്നെ കർത്താവ് യാഗമായി അർപ്പിച്ചു. 33-ാമത്തെ വയസ്സിൽ കർത്താവ് തന്നെ കുരിശിലേക്ക് അർപ്പിക്കുവാൻ വിട്ടുകൊടുത്തു.
ദൈവത്തിന് സ്തോത്രം. 12 ലഗിയോനിലധികം ദൂതവൃന്ദങ്ങൾ വരുമായിരുന്നു. കർത്താവ് ആജ്ഞാപിച്ചിരുന്നെങ്കിൽ, കർത്താവ് നിരൂപിച്ചിരുന്നെങ്കിൽ, കർത്താവ് രക്ഷിക്കാൻ സ്വർഗീയ സേനകൾ ഇറങ്ങി വരുമായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് കർത്താവ് തന്നെ തന്നെ അർപ്പിച്ചത്? മനുഷ്യജാതിയുടെ പാപത്തിന് വേണ്ടി, എൻ്റെയും നിങ്ങളുടെയും വിടുതലിന് വേണ്ടി, എനിക്കും നിങ്ങൾക്കും നരകം ഒഴിവാക്കി തരാൻ വേണ്ടി, നമുക്ക് സ്വർഗത്തിൻ്റെ അവകാശം തരാൻ വേണ്ടി നമ്മുടെ ശാപം കർത്താവ് ഏറ്റെടുത്തു, നമ്മുടെ പാപം കർത്താവ് ഏറ്റെടുത്തു, നമ്മുടെ ശിക്ഷ കർത്താവ് ഏറ്റെടുത്തു. നമുക്ക് വേണ്ടി കർത്താവ് കുരിശിൽ മരിച്ചു. യേശു കർത്താവ് നമുക്ക് വേണ്ടി കുരിശിൽ തിരക്തം ചിന്തി. ഒരു കറയും പറ്റാത്തവനായ ക്രിസ്തു, കറയും ചുളുക്കവുമില്ലാത്തവനായ ക്രിസ്തു, പാപം ഏശാത്തവനായ ക്രിസ്തു, നിങ്ങൾ ആരെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുമെന്ന് വ്യക്തമായി ചോദിക്കത്തക്കവണ്ണം പാപത്തിൻ്റെ കണിക പോലും ഏശാത്തവനായ ക്രിസ്തു അവിടുന്ന് നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. കൊരിന്ത്യർക്ക് 2 ലേഖനം 5-21 വാക്യം. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപമാക്കപ്പെട്ട മിശിഹ. സഹോദരങ്ങളെ, ഈ ക്രിസ്തു തന്നെ യാഗമായി അർപ്പിച്ചതുപോലെ നാം നമ്മെ തന്നെ യാഗമായി അർപ്പിക്കണം. നാം ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? അതാണ് ആരാധന. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ. ഞാൻ എന്നെ തന്നെ യാഗം അർപ്പിച്ചുവോ? നിങ്ങൾക്ക് ദയവായി ചിന്തിച്ചു നോക്കാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. നിങ്ങൾ വചനം കേട്ടവരാണ്. നിങ്ങൾ വചനം എന്നും കേൾക്കുന്നവരാണ്. നിങ്ങൾ അവരവരെ നിൽക്കുന്ന സഭയിൽ വിശ്വസ്തയോടെ നിൽക്കുന്നവരാണ്. നിങ്ങൾ അവരവർ പോകുന്ന പള്ളിയിൽ വിശ്വസ്തയോടെ പോകുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പോകുന്ന സഭയോ പള്ളിയോ ഒന്നും മാറണ്ട. പക്ഷേ നിങ്ങൾ ചിന്തിക്കണം, ഞാൻ യാഗം അർപ്പിച്ചുവോ? എന്നെ തന്നെ മുഴുവനായി ക്രിസ്തുവിന് വേണ്ടി കൊടുത്തുവോ? ക്രിസ്തു തന്നെ തന്നെ യാഗമായി അർപ്പിച്ചതുപോലെ സൗരഭ്യവാസനായ യാഗമായി എന്നെ തന്നെ ഞാൻ അർപ്പണം ചെയ്തുവോ? എൻ്റേതിനി ഒന്നുമില്ല, എല്ലാം ഇതാ യാഗമായി അർപ്പിച്ചു എന്ന് പറയത്തക്കവണ്ണം ഞാൻ മുഴുവനായി എൻ്റെ കർത്താവെ ബലിപീഠത്തിൽ ഞാൻ വെച്ചുവോ? ദൈവത്തിന് സ്തോത്രം. മുഴുവനായി വെച്ചെങ്കിൽ സ്വർഗത്തിന് തീ ഇറങ്ങിയിട്ടുണ്ട്. സ്വർഗത്തിന് തീ യാഗത്തിൽ ഇറങ്ങണം. സ്വർഗത്തിന് തീ ഇറങ്ങുക. എന്താണ് ഈ പറയുന്നത്? സ്വർഗത്തിന് തീ യാഗത്തിന്മേൽ ഇറങ്ങണം. ഞാൻ അർപ്പിച്ചതിൽ സ്വർഗത്തിന് തീ ഇറങ്ങണം. പരിശുദ്ധാത്മാവാകുന്ന അഗ്നി ഇറങ്ങണം. കർമ്മേലഗിരിയുടെ മുകളിൽ ഏലിയാവിൻ്റെ യാഗത്തിന്മേലിറങ്ങിയ ആ സ്വർഗീയ അഗ്നി എൻ്റെ യാഗപീഠത്തിന്മേൽ ഇറങ്ങണം. എൻ്റെ ഈ കൊച്ചു മുറിക്കുള്ളിലിരുന്നു കൊണ്ട്, ഈ ചെറിയ പായിലിരുന്നു കൊണ്ട് ഞാൻ മുട്ടുമടക്കി എൻ്റെ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് ഞാനും എനിക്കുള്ളതെല്ലാം അവിടുത്തേത് എന്ന് പറയുമ്പോൾ, അത് ഉള്ളത്തിൽ നിന്ന് പറയുമ്പോൾ, യേശു എൻ്റെ യാഗം സ്വീകരിച്ച് ആ യാഗത്തിലേക്ക് തീയായി ഇറങ്ങി വരുന്ന അനുഭവം അത് നാം പ്രാപിച്ചുവോ? അതാണ് ആത്മാവിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. അതാണ് ആത്മാവിൻ്റെ അഗ്നി എന്ന് പറയുന്നത്. അതാണ് ആത്മാവിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത്. അതാണ് ആത്മാവിൻ്റെ തീ എന്ന് പറയുന്നത്. അതാണ് സമർപ്പണം കർത്താവ് അംഗീകരിച്ചു, തീ കത്തി എന്ന് പറയുന്നത്. അതാണ് സമർപ്പണം ദൈവം അംഗീകരിച്ചു, യാഗത്തിൽ ദൈവം പ്രസാദിച്ചു എന്ന് പറയുന്നത്. സൗരഭ്യവാസനയായ യാഗം. സൗരഭ്യവാസന. എന്താണ് ഈ സൗരഭ്യവാസന? ദൈവം ആ സുഗന്ധം പുറമെയുള്ള യാഗത്തിന് സുഗന്ധം മണത്തു എന്നല്ല, ദൈവം പ്രസാദിച്ചു എന്നാണ്. ദൈവം അത് മണത്തപ്പോൾ പ്രസാദിച്ചു എന്ന് ഉൽപ്പത്തി ദിവസം 8-21 വാക്യത്തിൽ പറയുന്നത്. അതെന്താണ്? ദൈവം അംഗീകരിച്ചു. എൻ്റെ യാഗം ദൈവം അംഗീകരിച്ചുവോ? ഞാൻ കൊടുത്തത് ദൈവം കൈക്കൊണ്ടുവോ? ഞാൻ കൊടുത്തത്, എൻ്റെ കർത്താവേ, എൻ്റെ കൈകൾ വിശുദ്ധമായിരുന്നുവോ? ഞാൻ ചിലതെല്ലാം എടുത്ത് കൊടുത്തു. ഞാൻ കൊടുത്തത്, ഞാൻ കാണിക്കയിട്ടത്, ഞാൻ സമർപ്പിച്ചത്, ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി ചെലവ് ചെയ്തത്, ഞാൻ എൻ്റെ സമയം വേർതിരിച്ചത്, ഞാൻ പ്രാർത്ഥിച്ചത്, ഞാൻ ഉപവാസം എടുത്തത്, കർത്താവേ ഞാൻ ദൈവവേല ചെയ്തത്, ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചത്, കർത്താവേ ഞാൻ സാക്ഷ്യങ്ങൾ പറഞ്ഞത്, ഇത് ഒരു വിശുദ്ധമായ കൈയോടെ സമർപ്പിച്ചതായ സമർപ്പണമായിരുന്നുവോ? ആയിരുന്നുവോ? എൻ്റെ കൈകളിൽ അശുദ്ധി ഉണ്ടായിരുന്നുവോ? എൻ്റെ ഹൃദയത്തിൽ അശുദ്ധി ഉണ്ടായിരുന്നുവോ? എൻ്റെ ഹൃദയത്തിൽ ദ്രവ്യാഗ്രഹം ഉണ്ടായിരുന്നുവോ? എൻ്റെ ഹൃദയത്തിൽ അശുദ്ധ വികാരങ്ങളുണ്ടായിരുന്നുവോ? എൻ്റെ ജീവിതത്തിൽ തിന്മയുണ്ടായിരുന്നുവോ? എൻ്റെ ഹൃദയത്തിൽ ആരോടെങ്കിലും വൈരാഗ്യമോ ഈർഷ്യയോ പകയോ വിദ്വേഷമോ ഉണ്ടായിരുന്നുവോ? എൻ്റെ ഹൃദയത്തിൽ ആരെക്കുറിച്ചെങ്കിലും മുൻവിധി ഉണ്ടായിരുന്നുവോ? ഞാൻ പരദൂഷണം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അഹങ്കാരത്തോടെ വല്ലതും സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ ഹുങ്കോടെ പെരുമാറിയിട്ടുണ്ടോ? എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും എവിടെയെങ്കിലും നിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? എങ്കിൽ ഈ യാഗം ദൈവം സ്വീകരിക്കുകയില്ല. ദൈവം യാഗം സ്വീകരിക്കണം. ദൈവം യാഗം അംഗീകരിക്കണം. അതാണ് സൗരഭ്യവാസനയായ സുഗന്ധവും എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. നിങ്ങൾക്ക് ശോധന ചെയ്യാം. കർത്താവേ, എൻ്റെ സമർപ്പണത്തിൽ നീ പ്രസാദിച്ചുവോ? എൻ്റെ യാഗത്തിൽ നീ സന്തോഷിച്ചുവോ?
കർത്താവേ, നിനക്ക് പ്രസാദമുള്ള യാഗമായി തീർന്നുവോ? നീ ഇതെല്ലാം ഏറ്റെടുത്തുവോ? നിന്റെ തീ എൻ്റെ മേൽ ഇറങ്ങിയോ? കർത്താവേ, നിന്റെ തീ എൻ്റെ ഉള്ളത്തിൽ കത്തുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ പലതും നല്ല കാര്യങ്ങൾ ചെയ്തു നീ അഭിമാനം കൊണ്ടു, പക്ഷേ നീ അത് സന്തോഷമായി കണക്കാക്കുന്നുണ്ടോ? നിനക്ക് പ്രസാദമുള്ള യാഗമായിരുന്നുവോ? നീ അതിൽ സന്തോഷിച്ചുവോ? ഉടയവനെ, ഞാനിതാ ഇപ്പോൾ എല്ലാം മറന്ന് യേശുവേ നിൻ്റെ കുരിശിൻ ചുവട്ടിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. സ്നേഹിതരെ, നിങ്ങൾക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മുഴുവനായി ഏൽപ്പിച്ചു കൊടുക്കാം. ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ തന്നെ ഞാനിതാ സുഗന്ധവാസനയായി സമർപ്പിക്കുന്നു. എന്നെ തന്നെ ഞാനിതാ യാഗമായി സമർപ്പിക്കുന്നു. എന്നെ തന്നെ ഞാനിതാ പൂർണ്ണമായി സമർപ്പിക്കുന്നു. എൻ്റെ ദേഹവും ദേഹിയും ആത്മാവും ഞാനിതാ സമർപ്പിക്കുന്നു. പിശാച് പന്താടി എൻ്റെ ജീവിതത്തിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ വെച്ചുമാറുന്നു. സാത്താൻ ഇതുവരെയും ഉപയോഗിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഹൃദയത്തെയും എൻ്റെ ജീവിതത്തെയും ഞാനിതാ എടുത്ത് അവിടുത്തെ കരങ്ങളിലേക്ക് നിക്ഷേപിക്കുന്നു. യേശുവേ, നീ സ്വീകരിക്കണമേ, എന്നെ കൈക്കൊള്ളണമേ, എൻ്റെ മേൽ നിന്റെ തൃക്കരം വയ്ക്കണമേ, തിരുരക്തം എൻ്റെ മേൽ പുരട്ടണമേ, എന്നെ നിൻ്റെ തൃക്കരം വെച്ച് ആശീർവദിക്കണമേ, എന്നെ നിൻ്റെ മകനെ നിൻ്റെ അവകാശിയുമാക്കി തീർക്കണമേ, എന്നെ നിൻ്റെ മകൾ നിൻ്റെ അവകാശിയുമാക്കി തീർക്കണമേ, നിൻ്റെ രാജ്യത്തിൻ്റെ പൗരത്വം എനിക്ക് തരണമേ, എന്നെ കൈക്കൊള്ളണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ, മഹാപരിശുദ്ധനായ സ്വർഗീയ പിതാവേ, ഈ സ്നേഹത്തിൻ്റെ സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. സ്നേഹം ഓളം വെട്ടുന്നതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. സ്വർഗീയ സ്നേഹത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും വലയം ചെയ്യുന്നതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. സ്വർഗത്തിൻ്റെ തീ ഞങ്ങളുടെ മധ്യത്തിൽ കത്തുന്നതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. എല്ലാവരെയും തലോടണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരുടെയും കണ്ണുനീര് തുടയ്ക്കണമേ, ഹൃദയത്തിൻ്റെ ഭാരങ്ങളും ആകുലങ്ങളും അകറ്റണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ.